തിരുവിഷ്ട മിനിസ്ട്രീസ് ഡെയിലി ബെഡിലേക്ക് സ്വാഗതം. 2024 മെയ് 4 സാർവത്രിക സഭ വിശുദ്ധ ബലി മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 1 മുതൽ 10 വരെയും, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 18 മുതൽ 21 വരെയും തിരുവചനങ്ങൾ. ശിലറ്റം പ്രിയപ്പെട്ടവരെ, കൃപയും സമാധാനവും നമ്മോടുകൂടെ. നാം എല്ലാം ജീവിതത്തിൽ മാന്യത തേടുന്നവരാണ്. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണമെന്നും അംഗീകരിക്കണമെന്നും ബഹുമാനിക്കണമെന്നും ഒക്കെ ആഗ്രഹം നമുക്കുണ്ട്. ചുരുങ്ങിയ പക്ഷം അപമാനിക്കപ്പെടാതിരിക്കാനും വെറുക്കപ്പെടാതിരിക്കാനുമെങ്കിലും നാം ശ്രദ്ധ വയ്ക്കും, അഭിലഷിക്കും. എന്നാൽ ജീവിതത്തിൽ നിരന്തരം നാം നേരിടുന്ന വൈരുദ്ധ്യം, മാനിക്കപ്പെടാതെ പോകുന്നു, ബഹുമാനിക്കപ്പെടാതെ പോകുന്നു, അംഗീകരിക്കപ്പെടാതെ പോകുന്നു. പലപ്പോഴും കുറ്റം വിധികളും അപമാനങ്ങളും കൊണ്ട് നാം മൂടപ്പെടുന്നു. വാസ്തവത്തിൽ ക്രിസ്തുവിലായിത്തീരുന്ന ഒരാൾക്ക് പരാതി പറയാൻ അവകാശമില്ല എന്നാണ് തിരുവചനമെന്ന് ഓർമ്മിപ്പിക്കുക. ഈ ലോകം മുഴുവനും ക്രിസ്തുവിൻ്റെ പ്രകാശം പരത്താനായി അയക്കപ്പെട്ട ശ്ലീഹന്മാർ ലോകത്തു നിന്ന് നേടിയത് ബഹുമാനമല്ലെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് കാണാം. ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഓടിപ്പോകുന്ന അവർ പോകുന്നിടങ്ങളിലെല്ലാം ക്രിസ്തുവിൻ്റെ പ്രകാശം പരത്തുന്നു. ഞാനും നിങ്ങളും വിളിക്കപ്പെടുന്നത് സമാനമായ വഴിയിലേക്കാണ്. പക്ഷേ പലപ്പോഴും നമുക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. നമ്മെ മറ്റുള്ളവർ വെറുക്കുന്നതും ദ്വേഷിക്കുന്നതും അപകടകരമായ സൂചനകളായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ക്രിസ്തുവിലായിത്തീരുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ ജീവിതത്തിൻ്റെ മൂല്യബോധം ഈ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ അയാൾ ഈ ലോകത്താൽ അപമാനിക്കപ്പെടാം, വിഡ്ഢിയെന്ന് വിളിക്കപ്പെടാം, പരിഹസിക്കപ്പെടാം, അവമതിക്കപ്പെടാം. അപ്രകാരം സംഭവിക്കുന്നതിനെക്കുറിച്ച് ക്രിസ്തു തന്നെ നമുക്ക് മുന്നൊരുക്കമായി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പ് അത് എന്നെ ദ്വേഷിച്ചുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. ക്രിസ്തു ലോകത്ത് നന്മ ചെയ്തയാളാണ്. അന്ധരെ സുഖപ്പെടുത്തുകയും കുഷ്ഠരോഗികളെ വിമോചിപ്പിക്കുകയും ദരിദ്രരോട് സുവിശേഷം പറയുകയും എല്ലാവരുടെയും ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വയം അർപ്പിക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്തയാൾ. പക്ഷെ കിട്ടിയതെല്ലാം എപ്പോഴും അപമതിപ്പുകളാണ്, കുറ്റപ്പെടുത്തലുകളാണ്, കുറ്റം വിധികളാണ്, ശിക്ഷയാണ്. അതുകൊണ്ട് നിങ്ങൾ ലോകത്തിൻ്റെതാണ് എന്ന മട്ടിൽ ജീവിക്കുമ്പോഴാണ് ലോകത്തിൻ്റെ ബഹുമാനത്തിനായി നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് വചനമെന്ന് പറയുന്നു. ലോകത്തിൻ്റെതായ മട്ടിൽ ജീവിച്ചാൽ നാം ബഹുമാന്യരാകും. ഈ ലോകത്തിൻ്റെ മൂല്യങ്ങൾക്കനുസരിച്ച് സമ്പത്താർജിക്കുമ്പോഴും കഴിവുകൾ വെളിപ്പെടുത്തുമ്പോഴും ഒക്കെ നാം ബഹുമാനിതരാകും. എന്നാൽ ലോകത്തിൻ്റെതല്ല എന്ന മട്ടിൽ സമ്പത്ത് എനിക്ക് ആവശ്യമില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ, ദാരിദ്ര്യം സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ, ഈ ലോകത്തിൻ്റെ ബഹുമാനങ്ങളും ഈ ലോകത്തിൻ്റെ അംഗീകാരങ്ങളും വേണ്ടെന്ന് വെച്ചാൽ അയാൾ വിഡ്ഢിയായി പരിഹസിക്കപ്പെടും. അങ്ങനെ ഈ ലോകത്തിൻ്റെതല്ല എന്നത് ക്രിസ്തുവിനാലുള്ള തിരഞ്ഞെടുപ്പാണ് അതിൻ്റെ കാരണമെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ലോകം നൽകുന്ന എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളും ജീവിതത്തിൻ്റെ രക്ഷാനുഭവമായിട്ട് മാറും. ഈശോ പറയുന്നുണ്ട്, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല. അങ്ങനെയാണെങ്കിൽ എന്നെ പീഡിപ്പിച്ചെങ്കിൽ അവർ നിങ്ങളെയും പീഡിപ്പിക്കും. ഈശോയെ പീഡിപ്പിച്ചവർ നമ്മെയും പീഡിപ്പിക്കാതെ വിടുകയില്ല എന്ന കാര്യം നാം ഓർക്കണം. അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടാവണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ നിലപാടുകളാണ് പലപ്പോഴും നമുക്ക് ശിക്ഷാവിധിക്ക് കാരണമായി ലോകം കാണുക. ദൈവസന്നിധിയിൽ ബഹുമാനിക്കപ്പെടുമ്പോൾ ലോകം നമ്മെ അവമതിക്കുമെന്ന് നാം തിരിച്ചറിയണം. എൻ്റെ നാമം മൂലം ഇതെല്ലാം അവർ നിങ്ങളോട് ചെയ്യുമെന്ന് അവിടെ നമ്മോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തു നമുക്ക് തന്നിട്ടുള്ള ഈ മുന്നറിയിപ്പ് ജീവിതത്തിൽ സ്വീകരിക്കുമെങ്കിൽ ബഹുമാനം തേടാതെ, മറ്റുള്ളവരുടെ അംഗീകാരം തേടാതെ, മാന്യതയ്ക്ക് വേണ്ടിയല്ലാതെ സ്വന്തം ജീവിതം ക്രിസ്തുവിൻ്റെ അടയാളമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. നാം എല്ലാം ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ക്രിസ്തുവിനെ വെളിപ്പെടുത്താനുള്ള അവസരങ്ങളുമാണ്. അതുകൊണ്ട് ഓർത്തു വയ്ക്കണം, ചെയ്യുന്ന പ്രവൃത്തികളിലും ജീവിക്കുന്ന സാഹചര്യങ്ങളിലും ഓരോ ജീവിത സന്ദർഭങ്ങളിലും ക്രിസ്തുവിനെ വെളിപ്പെടുത്താനായി നിലപാടുകൾ എടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ലോകത്തിൻ്റെ അവമതിപ്പും പരിഹാസവും കുറ്റം വിധികളും ഒക്കെ നമുക്കെതിരുണ്ടാവും. പീഡകൾ നമ്മെ തേടിയെത്തും. അവിടെയെല്ലാം നീതിബോധത്തിന് കാരണമായ ക്രിസ്തുവിനെ, സ്നേഹത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും അതെല്ലാം ആനന്ദകരമായ അനുഭവമായിട്ട് മാറും. ക്രിസ്തുവിനോടുകൂടെ ചേരുന്ന അനുഭവമായിട്ട് മാറും. അപ്രകാരം ലോകം നൽകുന്ന ബഹുമാനത്തെ തേടാതെ, ഈ ലോകത്തിൻ്റെ അംഗീകാരം തേടാതെ, ലോകം നമുക്കായി സൗഭാഗ്യത്തിൻ്റെ ഒരു സാഹചര്യം വച്ചു നീട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ ക്രിസ്തുവിൽ പീഡകളെ സ്വീകരിക്കാനും സഹനങ്ങൾ ഏറ്റെടുക്കാനും മനസ്സ് കാണിക്കുന്നുവെങ്കിൽ ലോകത്തിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്കുമാവും. യഥാർത്ഥത്തിൽ സുവിശേഷം പ്രഘോഷിക്കുക എന്നതിനർത്ഥം ഇതുതന്നെയാണ്. ഇപ്രകാരം ഒരു ജീവിതം നയിക്കാൻ ആവശ്യമായ ആത്മബലം നാം ആർജിക്കേണ്ടതുണ്ട്.
ക്രിസ്തുവിൻ്റെ ആത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.